വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിക്കണം. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ വന്യജീവികൾ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇപ്പോൾ കാട്ടാന കുത്തിയ ആൾക്കാർ മരിക്കുന്നു, അതുപോലെ പുലി പിടിക്കുക, അതുപോലെ മറ്റുള്ള ജീവികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ പെറ്റുപെരുകി ആവശ്യത്തിലധികമായി ഇതിന് സംരക്ഷണം കൊടുത്ത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ചെന്നായ്ക്കളുടെയൊക്കെ എണ്ണം കൂടുമ്പോൾ അവർ പ്രത്യേക സീസണിൽ അവർ ഇതിനെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കും, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കുന്ന പോലെ. ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ കേരളം എത്തിക്കഴിഞ്ഞു. ആനയായാലും പുലിയായാലും പന്നിയായാലും ഇതൊക്കെ പെരുകി കഴിഞ്ഞു, കണ്ടമാനം പെരുകി ആവശ്യത്തിലേക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചികിത്സ കൊടുക്കുകയാണ്. പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്ത് എവിടെയും എന്തെങ്കിലും ഒരു സാധനത്തിന് പരിക്കണ്ടു കഴിഞ്ഞാൽ പോയി നേരെ അതിനെ എടുത്തുകൊണ്ട് വന്നു, അതിനെ മയക്കുപിടി വെച്ചു, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അതിനെ വിട്ടു. കാട്ടിലെ നിയമം കാട്ടിൽ കിടക്കട്ടെ എന്നേ, നാട്ടിലെ നിയമം നാട്ടിലിപ്പോൾ നമ്മളെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് അതിന് ശിക്ഷയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെയാണോ കാട്ടിലെ ഇത്? കാട്ടിൽ വേറെ നിയമമാണ്. കാട്ടിൽ ചിലപ്പോൾ മാൻ പ്രസവിച്ച അപ്പം തന്നെ ചിലപ്പോൾ ചെന്നായി വന്ന് കുട്ടീനെ എടുത്തിട്ട് പോകും. അത് കാട്ടിലെ നിയമം. അപ്പം അതിന് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അന്ന് ഈ ഫോറസ്റ്റുകാരെല്ലാവരും കൂടി പോയിട്ട് മാനിനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലിനെ അറസ്റ്റ് ചെയ്തിട്ട് കോടതി കൊണ്ട് വിചാരണ ചെയ്തിട്ട് വിയൂര് കൊണ്ടിടത്താൻ. ഈ നിലയ്ക്ക് ഇതിനൊക്കെ പൊതു ഖജനാവിൽ നിന്നാണ് പണം എടുക്കുന്നത്. ജനങ്ങളുടെ പൈസയാണ് ഇതിന് മുഴുവൻ എടുക്കുന്നത്. എവിടെയൊരു ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് വരിക, അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതിനെ വളർത്തുക, വീണ്ടും വിടുക. ഇങ്ങനെ ആയി ആവശ്യത്തിലധികമായി. ഇതൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങി, മനുഷ്യന് ബുദ്ധിമുട്ടായി തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം, സർക്കാർ ചെയ്യണം. ഇലക്ട്രിക് ഫെൻസുകൾ ഇത് ചെയ്യണം, എപ്പോഴും മോണിറ്ററിങ് ചെയ്ത് കൃത്യമായി ആൾക്കാർക്ക് വഴി നടക്കാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള കഴിവില്ല. എങ്ങനെ കഴിവുണ്ടാവും? പൊതുമുതൽ നശിപ്പിച്ച് പോലീസ് ജീപ്പിനും KSRTCയും കല്ലെറിഞ്ഞ് പൊതുമുതൽ നശിപ്പിച്ച് നേതാവാവണ നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ളവർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല. പൊതുമുതൽ നശിപ്പിക്കാത്ത ഏതൊരു നേതാവാണ് ഈ കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് വഴി നടക്കാനോ മലയോര പ്രദേശങ്ങളിൽ ഒരു ബൈക്കിൽ സഞ്ചരിക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാതെയാവും. അപ്പോൾ അത് കാട്ടിലെ നിയമം കാട്ടിൽ കിടക്കട്ടെ, നാട്ടിലെ നിയമം നാട്ടിൽ. എന്തിൻ്റെ നാട്ടിലെ നിയമം ഉണ്ടാക്കണം? നിങ്ങൾ അവിടെ പോയിട്ട് ചികിത്സ കൊടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരു മൃഗത്തിന് വയ്യാണ്ട് വന്നാൽ അത് അവിടെ വീണ് കിടക്കും, അത് മരിക്കും. അത് കാട്ടിലെ നിയമമാണ്. അല്ലാണ്ട് അതിന് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് ചികിത്സിച്ച് ഭേദാക്കി വിട്ട് അതിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. മനുഷ്യൻ തന്നെ കൂടുതൽ പെറ്റുപെരുകേണ്ട ബുദ്ധിമുട്ട് ലോകത്തുണ്ടല്ലോ. അത് കൂടാണ്ട് ഈ മൃഗങ്ങളുടെ ഇത് കൂടി കഴിഞ്ഞാൽ ശരിയാണ്, ആവാസ വ്യവസ്ഥയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. കാട്ടിലെ നിയമത്തിൽ ആവാസ വ്യവസ്ഥയിൽ അതൊക്കെ അങ്ങനെ നടന്നോളൂന്നേ. അതിങ്ങനെ റൊട്ടേഷനായിട്ട് നടന്നോളും. ഇതെല്ലാം പെരുകി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം നിലവിൽ കേരളത്തിലെ അവസ്ഥ ഇതാ. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയാം? ആര് കേൾക്കാൻ? ആരുമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ അരിക്കൊമ്പനെ പിടിച്ച് മയക്കൊടി വെച്ച് കൊണ്ട് വേറെ സ്ഥലത്ത്, അതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ്. എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷൂട്ട് ഡൗൺ ചെയ്യണം. അതിൻ്റെ പൈസയും നാട്ടുകാരുടെ പൈസ. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇതിന് വേണ്ടത്. എണ്ണം നിയന്ത്രിക്കുക, കൃത്യമായ ഇലക്ട്രിക് ഫെൻസുകൾ നിർമ്മിക്കുക, ജനങ്ങൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത്ര പറയാനുള്ള ആർ ജെ സ്റ്റോറീസ് സൈനിങ് ഓഫ്.